प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरवृंद। Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Hare Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama.
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Prabhupada. Shri Shri Krishna Balaram ki Jai, Shri Gaur Nitai ki Jai, Shri Prabhupada ki Jai. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswati Vyasam Tato Jayamutiraye. He Krishna Karuna Sindhu Deenabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye. Jaya Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം. രാവിലെ നമ്മൾ ആദ്യത്തെ ശ്ലോകം നോക്കി. ജന്മാദ്യസ്യ എന്താണ് ട്യൂണ്? യതോ അന്വയാദിതരതശ്ചാർത്തേഷ്വവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിവൃഥാം യഥാ വിനിമയം യത്ര ത്രിസർഗോ മൃഷാ ധാനസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആരെങ്കിലും 2-3 പേര് ഫസ്റ്റ് ശ്ലോകം. ജന്മാദ്യസ്യ യതോ അന്വയാദിതരതഃ ചാർത്തേഷ്വവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിവൃഥാ
जन्माद्यस्य यतोऽन्वयादितरतः प्राप्तेष्वभिज्ञस्वराट् तेने मुह्यन्ति यत्सूरयः तेजो वारियतामृतामिन्मयो धामस्वेन सदा निरस्तकुहकम् सत्यं परं धीमहि ഭാഗവതം അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ധർമ്മഭോജിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ ദേവ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യോ അവരുദ്ധ്യത്തെ അത്ര ശുശ്രൂഷുഭിഃ തക്ഷണാത്. ആരെങ്കിലും ധർമ്മപ്രോചിത നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പൃഥിവീഃ ശുശ്രൂഷുഭിഃ തക്ഷണാത്. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പൃഥിവീഃ ശുശ്രൂഷുഭിഃ തക്ഷണാത്. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പൃഥിവീഃ ശുശ്രൂഷുഭിഃ തക്ഷണാത്. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ ദേവ്യം വാ
സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ ശുശ്രൂഷുഭിः ദർശനം. ശ്രീമദ് ഭാഗവതം രണ്ടാമത്തെ ശ്ലോകം. രാവിലെ നമ്മൾ ചർച്ച ചെയ്തു, ഭാഗവതത്തിൽ 18,000 ശ്ലോകമുണ്ടെങ്കിലും ഈ ആദ്യത്തെ 3 ശ്ലോകം ഭാഗവതത്തിൻ്റെ മുഴുവൻ സാരവും വിവരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോകം വളരെ പ്രധാനം. ആദ്യത്തെ ശ്ലോകം ഭഗവാനെയും രണ്ടാമത്തെ ശ്ലോകം ഭാഗവതത്തിനെയും മൂന്നാമത്തെ ശ്ലോകം ഭക്തന്മാരെയുമാണ് അത് പരാമർശിക്കുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച്, അതായത് ഭഗവാൻ, ഭാ എന്ന ശബ്ദം ഭഗവാന് വേണ്ടിയുള്ളതാണ് എന്ന് പരാശര മുനി വിവരിച്ചിട്ടുണ്ട്. സഡ് ഐശ്വര്യ പൂർണ്ണോ ഇഹ ഭഗവാൻ സ്വയം. സൗന്ദര്യം, വീര്യം, യശസ്, ആരോഗ്യം, ധനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളും പൂർണ്ണമായി നിൽക്കുന്ന ഒരാളെ ഭഗവാൻ, സഡ് ഐശ്വര്യ, 6 ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ്? ധനം, വീര്യം, യശസ്, സൗന്ദര്യം, ധനം, വീര്യം, സൗന്ദര്യം, യശസ്, അതല്ലേ യശസ്, വൈരാഗ്യം, ഒന്നും കൂടെ അറിവ്, ജ്ഞാനം. ഈ 6 പരാശര മഹർഷി ആരുടെ പിതാവാണ്? വേദവ്യാസന്റെ പിതാവാണ്. രാവിലെ നമ്മൾ ചർച്ച ചെയ്തു, ഇതെല്ലാം വേദവ്യാസ മഹർഷിയാണ് ക്രോഡീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് വ്യാഖ്യാനം തന്നിട്ടുണ്ട്. അതായത് ഭഗവാൻ എന്ന വാക്ക് ഈ 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായി ഉള്ളത്. അപ്പോൾ ഭ എന്ന ശബ്ദം ഭഗവാന് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഭഗവാൻ, ഭാഗവതം, ഭക്തന്മാർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ടെക്നിക്കലി ഗണപതി ഭക്തൻ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. കാരണം ഭക്തൻ എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ്? ഹരിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ടെക്നിക്കലി അത് അർത്ഥം കൊണ്ട് ശരിയാണെങ്കിലും ടെക്നിക്കലി ഭക്തൻ എന്ന വാക്ക് ഭഗവാന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഭഗവാന്റെ അനുയായി ഭക്തൻ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഭഗവാൻ എന്ന വാക്ക് വേറെ ആർക്കും ചേരാത്തത് കൊണ്ട് ഭക്തൻ എന്ന വാക്കും വേറെ ആർക്കും ചേരില്ല. മനസ്സിലായോ? ഭഗവാൻ എന്ന് വെച്ചാൽ കൃഷ്ണ, നാരായണൻ. ഇപ്പോ ഗണപതിയെ ഭഗവാൻ എന്ന് പറയാത്തത് കൊണ്ട് ഗണപതിയുടെ വിശ്വാസികളെ, അനുയായികളെയും ഭക്തൻ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇത് തുടക്കം തന്നെ, ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ, അതും ഏത് കൃഷ്ണൻ? നാരായണനിലും ഒരു വിസ്തരണമായ കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനല്ല, വൃന്ദാവനത്തിൽ വസുദേവരുടെ പുത്രനായ കൃഷ്ണനാണ് എന്ന് ആദ്യം സ്ഥാപിക്കുന്നുണ്ട്. അത് ഏത് പ്രാർത്ഥനയിൽ കൂടെ? ഓം നമോ ഭഗവതേ വാസുദേവ, അത് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകം ഭഗവാനെ കുറിച്ച്, രണ്ടാമത്തെ ശ്ലോകം ആരെ കുറിച്ചാണ്? ഭാഗവതത്തിനെ കുറിച്ച്. അപ്പൊ അതാണ് ഇപ്പൊ നോക്കുന്നത്. ആദ്യത്തെ വാക്ക് ധർമ്മം. ഈ വാക്ക് ഇന്ന് ഒരുപാട് ജനങ്ങൾ ഉപയോഗിക്കുന്നതും അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ വാക്കാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. സ്ത്രീധർമ്മം, പുരുഷധർമ്മം, ക്ഷത്രിയധർമ്മം, രാജ്യധർമ്മം, ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സനാതന ധർമ്മം എന്ന വാക്കും കൂടെ ചുറ്റിക്കളിക്കുന്നുണ്ട്. ധർമ്മ എന്ന് വെച്ചാൽ
ധാരയത്തെ ഇതി ധർമാഹ. ധാരയത്തെ താങ്ങിപ്പിടിക്കുക. ഭൂമിക്ക് ഒരു പേര് ധരണി എന്നൊരു പേരുണ്ട്. അതിനെ ഭൂമി വന്ന് താങ്ങിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് എതിനെ താങ്ങിപ്പിടിക്കുമോ അത് ധർമ്മം എന്ന് പറയും. ഒരു വീട് പണിയുന്നത് ബുദ്ധിമുട്ടാണോ? വീട്ടിനെ തല്ലിപ്പൊളിക്കുന്നത് ബുദ്ധിമുട്ടാണോ? 50 കൊല്ലം വീടിനെ പരിപാലിച്ച് താങ്ങിപ്പിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഏതാണ് ബുദ്ധിമുട്ട്? ഏതാണ്? വീട് കെട്ടുന്നത് കുറച്ച് പാടാണ്, പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് 40-50 കൊല്ലം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയും. കുടുംബജീവിതവും അങ്ങനെയാണ്. വിവാഹത്തിലേക്ക് ചാടാൻ ഒരു മുഹൂർത്തം മതി, കഴുത്ത് നീട്ടിക്കൊടുത്താൽ മതി. അടുത്ത 50 കൊല്ലം ചിരിച്ചോണ്ടിരിക്കണമല്ലോ, അത് എത്ര ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനെ താങ്ങിപ്പിടിക്കണമെങ്കിൽ ഏത് സ്വഭാവം ഉയർന്നു നിൽക്കണം? ഏത് സ്വഭാവം, ഏത് ഗുണമുള്ള ആൾക്കിത് താങ്ങിപ്പിടിക്കാൻ സാധിക്കും? സത്വഗുണം. സത്വഗുണമുണ്ടെങ്കിൽ മാത്രം. വിവാഹം ചെയ്യാൻ രജോ ഗുണം മതി, വീട് കെട്ടിപ്പടുത്താൻ രജോ ഗുണം മതി, തല്ലിപ്പൊളിക്കാൻ ഡൈവേഴ്സ് ചെയ്യാൻ തമോ ഗുണം മതി. പക്ഷേ നടുക്കുള്ള 30-40 വർഷം കൊണ്ടുപോകാൻ എന്ത് ഗുണം വേണം? സത്വഗുണം വേണം. സത്വഗുണത്തിന്റെ പ്രതിനിധി ഭഗവാൻ തന്നെയാണ്. ധാരയത്തെ താങ്ങി, ഏതൊരു ഉത്തരവാദിത്വവും താങ്ങിപ്പിടിക്കാൻ ഒരുപാട് സത്വഗുണം വേണം. ധരണി, ധാരയത്തെ, സുദർശനധാരി, ചക്രധാരി, ഗോവർദ്ധനധാരി എന്ന് അതൊരു ധർമ്മമാണ്. താങ്ങിപ്പിടിക്കുക. നമുക്കെല്ലാവർക്കും ഒരു റോളുണ്ട്, അതിനെ താങ്ങിപ്പിടിക്കുക. അങ്ങനെ കുഞ്ഞു 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 റോളുകൾ കഴിഞ്ഞ് ഏറ്റവും ഉയർന്ന ധർമ്മമാണ് ആത്മാവിൻ്റെ ധർമ്മം. അതാണ് സനാതന ധർമ്മം. സ്ത്രീധർമ്മം, പുരുഷധർമ്മം, രാജ്യധർമ്മം, അധ്യാപകന്റെ ധർമ്മം, വിദ്യാർത്ഥിയുടെ ധർമ്മം, ഭർത്താവിൻ്റെ ധർമ്മം, ഭാര്യയുടെ ധർമ്മം, ഇതെല്ലാം ഒരു വൈദ്യന്റെ ധർമ്മം. ഇതെല്ലാം കഴിഞ്ഞ് സർവോപരി ഏത് ധർമ്മമാണ്? ആത്മാവിൻ്റെ ധർമ്മം. അതിനെയാ എന്തെന്ന് പറയാൻ? സനാതന ധർമ്മം. ആ ധർമ്മം മുന്നിട്ട് വരുമ്പോൾ ബാക്കി എല്ലാം മാറ്റിവെക്കുന്നു. അത് ചെയ്യണമെങ്കിൽ സാത്വിക ഗുണം ഒരുപാട് നമുക്ക് ഉണ്ടാകണം. അത് ഉണ്ടായാൽ മാത്രമേ ഒരു ധർമ്മം ആചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ധർമ്മ എന്ന് വെച്ചാൽ ധാരയത്തെ താങ്ങിപ്പിടിക്കുന്നത് എന്നർത്ഥം. അടുത്തത് പ്രോചിത. സജ്ജിത, പ്രോചിത. സജ്ജിത എന്ന് വെച്ചാൽ എല്ലാം അറേഞ്ച് ചെയ്യുക, എല്ലാം കൂട്ടുക. മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ? സജ്ജന, സജ്ജിത, സജ്ജമാക്കുക. കറക്റ്റ് ഉണ്ട്, മലയാളത്തിലുണ്ട്. സജ്ജമാക്കുക, എല്ലാം ഒരുമിച്ചാക്കുക, എല്ലാം ശരിയാക്കുക, കൂട്ടുക ഒരുമിച്ച്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രോചിത. വേണ്ട, അബാൻഡൻ, ഒഴിവാക്കുക. സജ്ജമാക്കുക, എല്ലാം കൂട്ടുക. പ്രോചിത, എല്ലാം ഒഴിവാക്കുക, വേണ്ട എന്ന് വെക്കുക. ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട വാക്ക്. എല്ലാവരുടെ കയ്യിലും ശ്ലോകമുണ്ടോ? എല്ലാവരുടെ കയ്യിലും ശ്ലോകമുണ്ടോ? ധർമ്മപ്രോചിത. മൂന്നാമത്തെ വാക്ക് എന്താണ്? കൈത്തവ. കൈത്തവ എന്ന് വെച്ചാൽ ചതി, ചൂതുകളി, ഇതെല്ലാത്തിനും കൈത്തവ എന്ന വാക്ക്. സത്യം മറച്ചു വെക്കുക. പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ അസുരന്മാരിൽ 2 പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യത്തെ അസുരന്മാര് മധു, കൈത്തവ. കൈത്തവ, ഈ കൈത്തവ, ഈ മധു കൈത്തവ, ആ കൈത്തവൻ എന്ന് പറയുന്ന അസുരൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിലിരുന്ന് വേദങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അതാണ് ആദികേശവ ഭഗവാൻ. നിങ്ങളെല്ലാവരും പോയിട്ടില്ലേ? വേദങ്ങളെ മോഷ്ടിച്ചപ്പോൾ വേദങ്ങളെ വീണ്ടും രക്ഷിച്ചതാണ് ആദികേശവ സ്വാമി.
കേശി എന്ന് പറയുന്ന രണ്ട് രാക്ഷസര് ഭഗവാന്റെ ബ്രഹ്മാവിന്റെ കയ്യിലിരുന്ന് വേദം മോഷ്ടിച്ചു കൊണ്ടുപോയി ആ രണ്ട് രാക്ഷസരെയും തോൽപ്പിച്ച് ഭഗവാൻ വേദങ്ങളെ സംരക്ഷിച്ച് ബ്രഹ്മാവിന് കൊടുത്ത സ്ഥലമാണ് ഏത് ക്ഷേത്രം? ആദികേശവ ക്ഷേത്രം. എത്ര പേർ പോയിട്ടുണ്ട്? എല്ലാവരും. അപ്പൊ ആദികേശവ ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വിദ്യ ലഭിക്കണം, ജ്ഞാനം കിട്ടണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. അപ്പൊ കൈതവ, ഈ മധുകൈതവ, ഈ കൈതവൻ എന്ന് പറയുന്ന അസുരൻ എന്ത് ചെയ്തു? വേദങ്ങളെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എന്ന് വെച്ചാൽ എല്ലാവരുടെ മുമ്പേ ഇരുന്ന് ഭഗവാനെ ഒളിപ്പിച്ചു വെച്ചു. ശാസ്ത്രങ്ങളിൽ ചില ശാസ്ത്രം കൃഷ്ണനെ ഒളിപ്പിച്ചു വെച്ച് മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ശാസ്ത്രങ്ങൾക്ക് കൈതവ ധർമ്മം എന്ന് പേര്. മധുകൈതവൻ എന്ന് പറയുന്ന അസുരന്മാർ എങ്ങനെ വേദങ്ങളെ ഒളിപ്പിച്ചു വെച്ചോ, എല്ലാരും മുൻപിൽ നിന്ന് ഭഗവാനെ ഒളിപ്പിച്ചു വെച്ചോ, അതുപോലെ ഏതെങ്കിലും ശാസ്ത്രം ഭഗവാനെ ഭക്തജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുമെങ്കിൽ ആ ശാസ്ത്രത്തിന് എന്താ പേര്? എന്താ പേര്? കൈതവ ധർമ്മം എന്നാണ് പേര്. ഉണ്ട്. കാരണം ചില ശാസ്ത്രങ്ങൾ വായിക്കുന്ന സമയത്ത് ബ്രഹ്മത്തിനായിരിക്കും പ്രാധാന്യം. ചില ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും മൂല്യത്തിനായിരിക്കും, ശൂന്യത്തിനായിരിക്കും പ്രാധാന്യം. ഇത്തരം ശാസ്ത്രങ്ങളെല്ലാം ഭഗവാനെ ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ട് അതിനെ എന്ത് ധർമ്മം എന്ന് പറയും? കൈതവ ധർമ്മം എന്ന് പറയും. മനസ്സിലായില്ലേ? അതായത് ഉപനിഷത്തിൽ നല്ല ഒരു ഉദാഹരണമുണ്ട്. ഒരു തിരുമേനി രാവിലെ നടന്ന് തിരിച്ചു അമ്പലത്തിൽ പോവാം. നല്ല ഒളിച്ച് കുറിയിട്ട് നല്ല പുത്തൻ ആടയൊക്കെ ഉടുത്ത് അദ്ദേഹം ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത്, തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു, അവിടെ എല്ലാം ഓട, അവിടെയൊക്കെ ഈ അഴുക്ക വെള്ളവും ചാലും ഓടയൊക്കെ ഒഴുകുന്നു. അപ്പൊ ഈ തിരുമേനി മൂക്കും പൊത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കാൻ ശ്രമിച്ചു. കുറച്ച് ആ ഓടയുടെ സൈഡിൽ കൂടെ നടന്നപ്പോ ഓടയ്ക്കകത്ത് എന്തോ തിളങ്ങുന്നു, അങ്ങനെ ജ്വലിക്കുന്നു. ഓടയ്ക്കകത്ത് ഇങ്ങനെ ജ്വലിക്കുന്നു. അപ്പൊ ഈ തിരുമേനി എന്ത് ചെയ്തു? എന്താണ് ആ ഓടയ്ക്കകത്ത് ജ്വലിക്കുന്നത് എന്ന് എത്തി നോക്കിയപ്പോ അതിനകത്ത് ഒരു നവരത്ന നെക്ലസ് എവിടെ കിടക്കുന്നു? ഓടയ്ക്കകത്ത്. ഇപ്പൊ തിരുമേനി എന്ത് ചെയ്യും? നല്ല കല്ലുകളൊക്കെ ഉള്ള ജ്വലിക്കുന്ന ഒരു നെക്ലസ് എന്ത് ചെയ്യും? പക്ഷെ ദുർഗന്ധമാണ്. എന്ത് ചെയ്യും? എടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെയും കാണാനില്ല. പതുക്കെ ഒരു കമ്പിട്ട് അതിന് ഇളക്കാൻ ശ്രമിച്ചു. ഈ കമ്പിട്ട് ഈ നെക്ലസിനെ ഇളക്കും തോറും ഇത് അടിയിലടിയിൽ പോകാൻ കിട്ടുന്നില്ല, കറക്റ്റ് പിടി കിട്ടുന്നില്ല. നോക്കിയപ്പോ ആരുമില്ല. പതുക്കെ ഷർട്ടൊക്കെ മടക്കി മൂക്കും പൊത്തിപ്പിടിച്ച് കൈയകത്ത് ഓടയ്ക്കുക. നെക്ലസ് കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് കയ്യും ഇട്ടിട്ട് ഇതാക്കാൻ തുടങ്ങി. നെക്ലസ് കിട്ടിയില്ല. ശരി, എന്തായാലും കൈ മുങ്ങി, ഇനിയിപ്പോ എന്തായാലും ഇറങ്ങാം. അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയിട്ട് ഒറ്റ ചാട്ടം. ഇതിനകത്ത്? ഓടയ്ക്കകത്ത്. അപ്പൊ വേറെ ഒരു സന്യാസി ആ വഴിയെ പോകുന്നു. സന്യാസി പറഞ്ഞു, എന്താ തിരുമേനി രാവിലെ രാവിലെ ഈ ഓടയ്ക്കകത്ത്? ഒന്നുമില്ല അങ്ങ് പൊക്കോളൂ. അപ്പൊ ഈ സന്യാസിക്ക് ഒരു സംശയം, ഒന്നുമില്ലാതെ ഇദ്ദേഹം ചാടൂല്ലല്ലോ. അപ്പൊ എത്തി നോക്കിയപ്പോ നെക്ലസ്. അപ്പൊ സന്യാസി ചോദിച്ചു, തിരുമേനി നെക്ലസും കണ്ടിട്ടാണോ ചാടിയത്? തിരുമേനി വിചാരിച്ചിട്ട് കണ്ടുപിടിച്ചാൽ ഷെയർ കൊടുക്കേണ്ടി, പങ്കു കൊടുക്കേണ്ടി വരും. ഒന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ സന്യാസി പറഞ്ഞു, മണ്ട, നെക്ലസ് മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. നീ ഓടയിലെ കണ്ടത് എന്താണ്? അതിന്റെ റിഫ്ലക്ഷൻ ആണ്. അത് പിടിച്ചാൽ കിട്ടോ? ഒറിജിനൽ നെക്ലസ് എവിടെയാണ്? എല്ലാ രസങ്ങളും, എല്ലാ സ്വാദും, എല്ലാ ആനന്ദവും, എല്ലാ സംതൃപ്തിയും നമുക്കും ഭഗവാനിലുള്ള ബന്ധത്തിൽ
ബന്ധത്തിലിരുന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെ വിട്ടിട്ട് ആ ബന്ധങ്ങളുടെ റിഫ്ലക്ഷനായ ഈ ഭൂമിയിൽ നമ്മൾ ഈ സന്തോഷം ഇങ്ങനെ ഈ ഓടയ്ക്കകത്ത് അന്വേഷിക്കുകയാണ്. കിട്ടൂലേ? ഇതിനകത്ത് മൊത്തം മുങ്ങിയാലും എന്ത് കിട്ടില്ല? ആ സംതൃപ്തി കിട്ടില്ല. പക്ഷെ ഇതാണ് സത്യം എന്ന് പറയുന്നതിനെയാണ് കൈത്തവ ധർമ്മം എന്ന് പറയുന്നത്. യഥാർത്ഥ ദൈവം മേള് അതിനെ കാണിക്കാതെ എന്തിനെയാണ് നമുക്ക് കാണിക്കുന്നത്? റിഫ്ലക്ഷനെ മാത്രം കാണിക്കുന്നതിനെയാണ് കൈത്തവ ധർമ്മം. ചിലർ പറയും സഹോദരത്വമാണ് വലുത്, ചില സമയം പറയും രാജ്യമാണ് വലുത്. ഇപ്പോ ഈ പഹൽഗാം ഈ ഒരു യുദ്ധം നടന്നത് കൊണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ഭയങ്കര ഡിസ്കഷൻ. ഞാൻ നോക്കിയപ്പോൾ ഒരു ശ്ലോകം ഉദ്ധരിച്ചിരിക്കുകയാണ്, ദുർഗാദേവിയുടെ ശ്ലോകം. അതിന് വ്യാഖ്യാനം ഒരാൾ തരുന്നു. ഇവിടെ ദുർഗാദേവി പറയുന്നത് ഇന്ത്യ, ഭാരത് മാതയെ കുറിച്ചാണ്. ശാസ്ത്രത്തിൽ എവിടെയും ഭാരത് മാത ഇന്ത്യ പുണ്യഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ അതെന്താണ് ശ്ലോകം? ചൈതന്യ ചരിതാമൃതത്തില് അല്ല, ഭാരതഭൂമിതേ ഹൊയില മനുഷ്യ ജന്മ, പിന്നെ എന്തോ പരോപകാർന്ന് വരും, ജന്മസാർത്ഥക കരി പരോപകാർ. ഭാരതഭൂമിയിൽ ജന്മം കിട്ടുന്നത് അതൊക്കെ ശാസ്ത്രത്തിലുണ്ട്. പക്ഷെ ഈ ദുർഗാദേവി ഭാരത് മാതാവാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ. ഇപ്പൊ നടന്ന സംഭവം ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു സംഭവം. അത് എല്ലാ ജനങ്ങളും അതിനെ എതിർക്കുകയും വൈഷ്ണവർ ഇത്തരം നീചമായ പ്രവർത്തികളെ എതിർക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ പേരിൽ ശാസ്ത്രത്തിനെ വളച്ചൊടിച്ച് ഇതൊക്കെ എന്ത് ധർമ്മമാണ്? കൈത്തവ ധർമ്മം. നമ്മളിലിരുന്ന് ഭഗവാനെ മറയ്ക്കുന്നതെല്ലാം കൈത്തവ ധർമ്മം. ധർമ്മപ്രോചിത കൈത്തവോ അത്ര പരമോ നിർമത്സരാനാം സദാ. ഇനി അടുത്ത വാക്ക് അത്ര. ഈ വാക്ക് നോക്കിക്കോളൂ. ഈ ശ്ലോകത്തിൽ എത്ര അത്ര വരുന്നു നോക്കിക്കോളൂ. എല്ലാവരുടെ കയ്യിൽ ശ്ലോകം ഉണ്ടാകും. ഇതിനകത്ത് എത്ര പ്രാവശ്യം അത്ര എന്നുള്ളത് വരുന്നു? എത്ര പ്രാവശ്യം വരുന്നു? തെറ്റ്. എത്ര അത്ര വരുന്നു? 3 പ്രാവശ്യം അത്ര എന്ന് വരുന്നുണ്ട്. അതായത് ഈ അത്ര എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ, ഈ ഭാഗവതത്തിൽ. ഇപ്പൊ ഭാഗവതം എന്ന പേര് പറയുന്നില്ല, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാണ്. ഇതിലുള്ള വട കൊള്ളാം, ഇതിലുള്ള പായസം. ഓരോ പ്രാവശ്യം സദ്യ എന്ന വാക്ക് ഉപയോഗിക്കേണ്ട വരുന്നില്ല. ഇതിലുള്ള വട കൊള്ളാം, ഇതിലുള്ള ഇത് കൊള്ളാം. പിന്നെ 3 തവണ അത്ര ഇതിൽ എന്ന് ഭാഗവതത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഭാഗവതം എന്ന വാക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 പ്രാവശ്യം വരുന്നുണ്ട്. ശ്രീമദ് ഭാഗവതേ. അതിന്റെ അടുത്ത വരി എന്താ വരുന്നത്? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാമുനി കൃതി. അതെന്താണ്? മഹാമുനി രചിച്ചത് ഏതാണ്? വ്യാസൻ രചിച്ചത്. അതും 5 തവണ ഈ ശ്ലോകത്തില് ഭാഗവതം ഭാഗവതം ഭാഗവതം. നമ്മുടെ ശാസ്ത്രങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ സത്യം, ആവർത്തിച്ച് പറഞ്ഞാൽ പരമസത്യം. ഓം ശാന്തി ശാന്തി ശാന്തി. 3 ശാന്തി. ശ്ലോകമുണ്ടല്ലോ, ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ ഹി കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യത. ഭഗവത്ഗീതയിൽ മന്മനാഭവ മദ്ഭക്തോ മധ്യാജീമാം നമസ്കുരു. ആ ശ്ലോകം എത്ര പ്രാവശ്യമുണ്ട്? മന്മനാഭവ ശ്ലോകം ഭഗവത്ഗീതയിൽ എത്ര പ്രാവശ്യമുണ്ട്? 2 തവണ. ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണെങ്കിലും, ഇന്നലെ കഴിച്ചില്ലേ ഭക്ഷണം, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. കുറെ കൊള്ളാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നന്നായിരുന്നു കേട്ടോ, അത് നന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ തിരിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടേയിരിക്കും. ഭാഗവതം സത്യമാണ്, ഭാഗവതം സത്യമാണ്, ഭാഗവതം വീണ്ടും പറയാ. ആ ബ്രഹ്മഭുവന പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈവ ഹി കേവലം. ഹരിനാമത്തിനെ കുറിച്ചൊരു മന്ത്രം. ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെ എല്ലാം മായയാണ്. പക്ഷേ സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈവ ഹി കേവലം. എത്ര സത്യം പറയുന്നു ഹരിനാമത്തിനെ? 3. ആവർത്തിച്ച് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമാണ്. അത്ര തിരിച്ച് പറയുന്നുണ്ട് ആ ശ്ലോകത്തിൽ. ധർമ്മപ്രോചിത കൈതവോ അത്ര നിർമത്സരാനാം സദാ. നിർമത്സര, മത്സര. മനുഷ്യന്റെ 6 കളങ്കങ്ങൾ എന്തൊക്കെയാണ് ഭഗവത്ഗീതയിൽ ഭാഗവതത്തിലുണ്ട്? ഒരു മനുഷ്യന്റെ 6 കളങ്കം എന്തൊക്കെയാണ്? 6 വൈസസ്, 6 അഴുക്ക് ഏതാണ്? കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം. എന്ന് വെച്ചാൽ എന്താണ്? മത്സരിക്കുക അല്ല, അസൂയ. നോക്കിക്കോളൂ, ഈ ഒരു ദോഷമാണ് ഫസ്റ്റ് ഈ ശ്ലോകത്തിൽ എടുത്ത് പറയുന്നത്. ഭാഗവതം മനസ്സിലാവണമെങ്കിൽ ഹൃദയത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? അസൂയ ഉണ്ടാവാനേ പാടില്ല. നമുക്ക് അസൂയ ഉണ്ടോ? നമ്മളെക്കാളും ആരെങ്കിലും കുറച്ച് ബെറ്ററായിട്ട് ചെയ്യുമ്പോൾ ഉള്ളിലൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ടോ? ശശികല മാതാജി പൂമാല കെട്ടിയതിനേക്കാളും ചന്ദ്രകല നന്നായിട്ട് കെട്ടി എന്ന് പറഞ്ഞു നോക്കാം. അത് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അപ്പൊ നമ്മൾ അസ്വസ്ഥരാണ്. നമ്മളെ ആരെങ്കിലും മറികടക്കുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെയോ കയ്യിലേക്ക് പോകുന്നു. നമ്മളെക്കാളും അയാൾ നല്ലതാണെന്ന് മറ്റുള്ളവർ അഭിസംബോധന ചെയ്യുന്നു. ഉള്ളിൻ്റെ അകത്ത് ഒരു അസ്വസ്ഥതയുണ്ടാകും. കാരണം 6 അഴുക്കിൽ 5 അഴുക്കിനെ ഭക്തിയോട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാം. ഇതിനെ മാത്രം കണക്ട് ചെയ്യാൻ പറ്റില്ല. 6 ഏതൊക്കെയാണ്? കാമം. ഇതിനെ ഭക്തിയിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? നാമജപവും നിരന്തര ഭക്തിയുടെ സേവനവും ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ കാമം പ്രേമമായി മാറും. ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്. ഒന്ന് പറയും ഭാഗവതത്തിൽ നിന്ന് അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് കാമം പ്രേമമായി മാറിയത്. ഒന്ന് പറയും. ഇഷ്ടം പോലെ. കുബ്ജ ഫേമസ് വണ്ണുണ്ട്, വളരെ ഫേമസ്. കാമം പിടിച്ച് ഭ്രാന്തായി നടന്ന് മഹാഭക്തനായ ബിൽവമംഗല ഠാക്കൂർ ഇല്ലേ? പിങ്കള ഹരിദാസ് ഠാക്കൂറിനൊന്നും കാമില്ല. ആ പ്രോസ്റ്റിറ്റ്യൂട്ട്. കാമം പ്രേമമാക്കാം. ഈ കാമം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഇല്ലാത്ത സാധനമൊന്നും അല്ല. പക്ഷെ അത് സേവനത്തിൽ കൂടെ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ശരി, ക്രോധത്തിനെയും കൊണ്ടുവരാൻ പറ്റും, ദേഷ്യത്തിനെയും ഇതിൽ കൊണ്ടുവരാൻ പറ്റും, ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ. ഹനുമാൻ ശരിക്കും ദേഷ്യം വന്നപ്പോഴാണ് പാലം പണിതത്. നമ്മൾ ദേഷ്യം വന്നാൽ, നമുക്ക് ദേഷ്യം വന്നാൽ നാശമാണ് ഫലം. എനിക്ക് ഇന്നലെ നല്ല ദേഷ്യമായിരുന്നു, അതുകൊണ്ട് വീട്ടിലുള്ള അത്ര തുണിഞ്ഞ് അലക്കി വെച്ചു. കേട്ടിട്ടുണ്ട്? നമ്മൾ കത്തിച്ച് കളയും. ഹനുമാൻ ലങ്ക കത്തിച്ചാൽ നമ്മൾ സ്വന്തം വീട് കത്തിച്ച് കളയും. എന്നാൽ ദേഷ്യത്തിനെയും അതും ഉണ്ട്. ദേഷ്യം കൊണ്ട് ചിലർ വാശിയെടുത്ത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, ഞാനിത് മുഴുവനും ചെയ്ത് കാണിക്കാം. അങ്ങനെ ക്രോധത്തിനെയും ഇതിലേക്ക് കൊണ്ടുവരാം, ഭക്തിയിലേക്ക് കൊണ്ടുവരാം. കാമക്രോധം, മോഹാലസ്യം ഉള്ളവനും ഭക്തിയിൽ വന്നാൽ അതിലിരുന്ന് വെളിയിൽ വരാൻ സാധിക്കും. അത് വന്നതാണ് ഇയാൾ.
മൃഗാരി. അയാൾ മഹാമായയിലിരുന്ന ആളാണ്. ആരുമേ നീ അത് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ആളാണ് മൃഗാരി. കാമക്രോധ മോഹ ലോഭം ആർത്തിപ്പണ്ടാരം. ഒരു 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 ചുക്കിനും ചുണ്ണാമ്പിനും പോലും ആർക്കും കൊടുക്കില്ല, അത്രയ്ക്കും ആർത്തി. അയാൾ ഒരാൾ മഹാഭക്തനായി. ആർക്കെങ്കിലും ആ ഒരു കഥ അറിയാമോ? പുരന്ദരദാസ് ഭാര്യയ്ക്ക് പാചകത്തിന് നെയ്യ് കൊടുക്കില്ല. ഭാര്യ കഴിക്കാൻ നെയ്യ് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യ് കുപ്പി തരും. എന്താണ്? മണപ്പിച്ചിട്ട് ചോറ് വെച്ചോളൂ. അത്രയ്ക്കും പിശുക്കനായിരുന്നു. ആര്? പുരന്ദരദാസ്. നവകോടി നാരായണൻ മഹാപിശുക്കനായിരുന്നു അദ്ദേഹം. ആ പിശുക്കൻ പിന്നീട് എന്തായി? മഹാഭക്തൻ പുരന്ദരദാസരായി മാറി. അപ്പോ കാമ ക്രോധ മോഹ ലോഭ പിന്നെ മതം, ഭ്രാന്തും കൂടെ മാറ്റാൻ പറ്റും. ഭ്രാന്തുള്ളതും കൂടെ. കാരണം അത് എനിക്ക് പേഴ്സണൽ അനുഭവം. 30 വർഷമായിട്ട് കുറെ സാധനങ്ങളെ കാണാം. ചിലതൊക്കെ മാറി, ചിലത് മാറുന്നില്ല. പക്ഷേ ഭക്തിയിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു വിഷയം ഏതാണ്? മാത്സര്യം, അസൂയ. അസൂയ ഉള്ള ആള് പുറത്താണ്. ശ്രീമദ് ഭാഗവതം ഒരിക്കലും അവരെ ഹൃദയത്തിൽ ശോഭിക്കുകയില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം മാത്രം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാനാം സദാ. നിർമത്സര, മാത്സര്യം പാടില്ല. ശ്രീമദ് ഭാഗവതത്തില് ആ അസൂയയ്ക്ക് എന്താണ്? ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആരാണ്? ശ്രീമദ് ഭാഗവതത്തില് അസൂയയ്ക്ക് ഒരു വ്യക്തിയുണ്ട്. ആരാണ്? ശിശുപാലൻ. ദശമസ്കന്ധത്തിൽ ശിശുപാലന്റെ കഥ കേൾക്കും. അതായത് കുട്ടിക്കാലം, ശിശുപാലൻ ജനിച്ച സമയത്ത് ശിശുപാലന് 4 കൈയും 3 കണ്ണുമാണ് ജനിച്ചപ്പോ. അപ്പൊ ശിശുപാലന്റെ അമ്മ, അതായത് കൃഷ്ണന്റെ മാമി, അമ്മായി, കൃഷ്ണന്റെ മാമിക്ക് വളരെ വിഷമമായി. ഇതെന്താ എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്? എത്ര കൈയും എത്ര കണ്ണും? 4 കൈയും 3 കണ്ണും. ആകെ വിഷമമായി. അപ്പോൾ ആ കുഞ്ഞിനെ അമ്മ കയ്യിലെടുത്തപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ആര് വന്ന് ഈ കുട്ടിയെ തൊടുമോ, തൊടുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ 2 കൈ അപ്രത്യക്ഷമാവുകയും 3ാമത്തെ കണ്ണ് അപ്രത്യക്ഷമാവുകയും ചെയ്യുമോ, ആ വ്യക്തിയായിരിക്കും ഈ കുട്ടിയെ കൊല്ലുക. ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായി. അപ്പോ ഈ ശിശുപാലന്റെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കും. എല്ലാവരും വന്ന് കുഞ്ഞിനെ എടുക്കും, കളിക്കും, ചിരിപ്പിക്കും, എല്ലാം ചെയ്തപ്പോ കൃഷ്ണനും ബലരാമനും ഒരു ദിവസം ആ കുട്ടിയെ കാണാൻ വന്നു. ഈ ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പോവില്ലേ ഇല്ലേ? അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ പഴങ്ങളോ കുറച്ച് പൈസയോ മധുര പലഹാരങ്ങളോ ഇതൊക്കെ കൊണ്ടുപോകും. കൃഷ്ണനും ചെന്നിട്ട് ലുല്ലു ജുജു പപ്പി എന്ന് പറഞ്ഞ ആ കുട്ടിയെ കയ്യിൽ എടുത്ത പാട് 4-ൽ 2 കൈ കാണാണ്ടായി, 3ാമത്തെ കണ്ണും കാണാൻ. മാമി തലക്കി വെച്ച്, അയ്യോ കൃഷ്ണ, നീയാണോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നത്? നീ എൻ്റെ അടുത്ത് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു, നിനക്കെങ്ങനെ എൻ്റെ മകനെ കൊല്ലാൻ തോന്നും? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വിഷമിക്കണ്ട, അവൻ 100 വട്ടം എന്നെ ചീത്ത വിളിക്കുന്നത് വരെ ഞാൻ കൊല്ലില്ല. 100 കടന്നാലേ ഞാൻ കൊല്ലു, 100 പ്രാവശ്യം. അപ്പൊ ശിശുപാലന്റെ നിത്യസാധന എന്താന്ന് വെച്ചാൽ ദിവസം എണീറ്റിട്ട് കൃഷ്ണനെ 99 തവണ ചീത്ത പറയും. പിന്നെ ഒരു ബ്രേക്ക് എടുക്കും. പിന്നെ ആദ്യം ഒന്നേയിരുന്നു. ഈ മനസ്സിൽ അസൂയയും ഭ്രാന്തും ഉള്ളവര്, അസൂയ ഉള്ളവര് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആവർത്തിച്ച് അതന്നെ പറഞ്ഞു. ഡിസ്റ്റർബ് ആയാൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉള്ളവരെ പരിചയമുണ്ടോ? എല്ലാവരും വൈഫുമാരും നോക്കാം. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല, ഡിസ്റ്റർബ് ആയാൽ തിരിച്ച് അത് തന്നെ പറഞ്ഞത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ശിശുപാലൻ അസൂയ 99 തവണ കൃഷ്ണ ഭഗവാനെ പറയും. പിന്നെ ഒരു ബ്രേക്ക് എടുക്കും. പിന്നെ ആദ്യം തൊട്ട് വീണ്ടും ഇങ്ങനെ പറയും. ഇവിടെ ആചാര്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നത് ശിശുപാലന്റെ ജീവിതത്തിൽ ഇതാണ് 9ാമത്തെ അപരാധം. 9ാമത്തെ നാമപരാധം എന്താണ്?
അവിശ്വാസികൾക്ക് നാമത്തിന്റെ മഹിമ കാരണം ശിശുപാലന്റെ അസൂയ കൃഷ്ണനെ കുറിച്ച് നാട്ടുകാർ പറയും തോറും കേൾക്കും തോറും അസൂയ കൂടും. സാധാരണ ഭാഗവതം എന്താ പറയുന്നത്? കൃഷ്ണകഥ കേട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? പുണ്യമുണ്ടാകും, ഭക്തി ഉണ്ടാകും, പരിശുദ്ധരാകും. കഥയന്തശ്ച മാം നിത്യം പുഷ്യന്തി ച രമന്തി ച തവ കഥാമൃതം തപ്തജീവനം കവിവിരീദിതം കൽമശാപകം ശ്രവണമംഗളം. ഇത് പുണ്യമായ ശ്രവണം കേട്ടാൽ ലക്ഷ്മി ദേവി ഹൃദയം. ഇങ്ങനെയൊക്കെയാണ് ഭാഗവതം പറയുന്നത്. പക്ഷെ ശിശുപാലന് മാത്രം ഭഗവാന്റെ പ്രകൃതി കേട്ട് 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 ഇരിക്കും തോറും ശിശുപാലന്റെ അസൂയ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അസൂയ ഉള്ള ഒരാൾക്ക് ഭക്തിയിൽ വരാൻ വലിയ പാടാണ്. ഭാഗവതം അവരുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടില്ല. കാരണം അവർ കേട്ട് കേട്ട് ഭക്തന്മാരെടുത്തെല്ലാം അസൂയ അവർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയയാഗം നടക്കുന്ന സമയത്ത് ശിശുപാലൻ അവിടെ വന്നു. കൂടെ രുക്മി, കൃഷ്ണ ഭഗവാന്റെ പത്നിയുടെ സഹോദരനായ രുക്മിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നാരദ മഹർഷി, ബ്രഹ്മാവ്, മഹാദേവൻ, ദേവഗണങ്ങള്, പാണ്ഡവര്, എല്ലാ വിശിഷ്ട വ്യക്തികളും അവിടെ ഇരിക്കുകയാണ്. ശിവനും ബ്രഹ്മാവും ഉൾപ്പെടെ ആ സദസ്സിലുണ്ട്. ആ രാജസൂയ യാഗത്തില് മുഖ്യ അതിഥിയായിട്ട് ആരെയാ വിളിച്ചിരിക്കുന്നത്? കൃഷ്ണ ഭഗവാനെ വിളിച്ചിരിക്കുക. അന്ന് ബ്രഹ്മാവ് വരും. അദ്ദേഹം വന്ന് ഒരു സമ്മാനം കൊടുക്കുന്നു കൃഷ്ണ ഭഗവാന്. ശിവൻ വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നു. അദ്ദേഹമാണ് മുഖ്യ അതിഥി. ഇന്ദ്രൻ വരുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോ ശിശുപാലന്റെ അസൂയ അന്ന് പൊട്ടിത്തെറിച്ചു. പിന്നെ ആള് കുറച്ച് മാത്സിലും വീക്കായിരുന്നു. ഇവിടെ കണക്കിൽ വീക്ക് എത്ര പേരാണ്? ആള് കുറച്ച് മാത്സിലും വീക്കായി. അന്ന് അസൂയ അങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പൊ എന്തായി? 99 കണക്ക് തെറ്റിപ്പോയി ശിശുപാലൻ. അതോടെ തലയും പോയി. കാമക്രോധ മോഹ ലോഭ മതം, ഇത് 5 ഭക്തിയിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാം. എതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഇനിയൊരു ഉള്ളർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്തവനായിരിക്കണം. അടുത്ത വാക്ക് സദാ. സത്. സത് എന്ന വാക്കാണ് റൂട്ട് വേർഡ്. സത് എന്ന വാക്കാണ് റൂട്ട് വേർഡ്. സത്സംഗം, സദാ, പരിശുദ്ധം, ഏറ്റവും ഉന്നതമായ പരിശുദ്ധം. ആ പരിശുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അസൂയയില്ലാത്ത മനസ്സ്. ആ പരിശുദ്ധ ഭക്തന്മാർ ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാനാം സദാ. അപ്പോ അത്ര പരിശുദ്ധ ഹൃദയമായ ഭക്തൻ ഭാഗവതം അവർക്കിഷ്ടമാണ്. അവർക്ക് ഭാഗവതത്തിനെ ഇഷ്ടമാണ്. ആ ഭാഗവതത്തിന് കൈത്തവ ധർമ്മത്തിന് സ്ഥാനമേ ഇല്ല. ഉന്നതമായ പരമധർമ്മമാണ് ഈ ഭാഗവതം പറയുന്നത്. ഇവിടെ ചില കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയും പറയും, അങ്ങനെയും പറയും. അർത്ഥം ഒന്നാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊള്ളായില്ല. ഇതുപോലെ ഒരു ഭക്ഷണം വേറെ എവിടെയും കിട്ടില്ല. ഈ 2 വാക്കിന് അർത്ഥം എന്താണ്? ഒന്ന് തന്നെയാണ്. ഊണ് ഗംഭീരമായിരുന്നു. ഇതുപോലെ ഒരു ഊണ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ശ്ലോകത്തില് തിരിച്ചും മറച്ചും ഭാഗവതത്തിനെ കുറിച്ച്, ഭാഗവതം സത്യമാണ്, ഭാഗവതത്തിൽ കള്ളമില്ല, ഭാഗവതം ശുദ്ധ ഭക്തർക്ക് ഇഷ്ടമാണ്, ശുദ്ധി ഇല്ലാത്തവർക്ക് ഭാഗവതം, ഇത് തിരിച്ച് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതത്തിന് ഈ ശ്ലോകം എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. മനസ്സിലായില്ല? കൈത്തവ ധർമ്മത്തിന് സ്ഥാനമില്ല. പരമപ്രധാന ഉത്തമമായ ധർമ്മമാണ് ഭാഗവതം സ്ഥാപിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസ്ലേഷന്റെ ഫസ്റ്റ് ലൈൻ വായിക്കും ഉറക്കെ ഇംഗ്ലീഷിൽ. Completely rejecting all religious activities which are materially motivated. ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗവതം ഉപേക്ഷിക്കുന്നു. This Bhagavata Purana propounds the highest truth, പരമസത്യത്തിനെയാണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്, which is understandable by those devotees who are fully pure in heart. പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ. പരിശുദ്ധ ഭക്തർ എന്ന് വെച്ചാൽ ആരാണ്?
ഇതിൽ ഈ ശ്ലോകത്തിൽ എന്താ വ്യാഖ്യാനം? അസൂയയില്ല. ഈ ശ്ലോകമനുസരിച്ച് ധർമ്മം പ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവം അത്ര വസ്തു ശിവം താപത്രയോന്മൂലനം. വേദ്യം വേദങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ട വേദം, മറഞ്ഞ സത്യം. വേദം എന്ന വാക്ക് വേ എന്നാൽ മറഞ്ഞ സത്യം. വേദ്യം വേദം. വേദത്തിൽ സത്യമുണ്ട്. എവിടെ ഇരിക്കുന്നു? ഒളിച്ചിരിക്കുന്നു. വേര്, മരത്തിന്റെ വേര് വെളിയിൽ കാണാൻ പറ്റുമോ? പക്ഷെ അതാണ് ഈ മരത്തിനെ താങ്ങി പിരിച്ചിരിക്കുന്നത്. വേ ഒളിച്ചിരിക്കുന്നു. വേഷം എന്നാണ് എന്താ? അവന്റെ യഥാർത്ഥ രൂപം ഉള്ളിൽ വെച്ചിട്ട് വേറെ ഒന്ന് പുറത്ത് കാണിക്കുന്നു. വേഷം. വേടൻ എന്താണ്? ഒളിച്ചിരുന്നിട്ട് അമ്പെയ്യുന്നു. വേദം വേ എന്നാൽ സത്യം മറഞ്ഞിരിക്കുന്നു. വേദ്യം എന്ന് പറഞ്ഞാൽ ആ വേദത്തിൽ കൂടെ മനസ്സിലാക്കുന്ന സത്യം. എന്തെങ്കിലും മനസ്സിലായോ? വേ എന്നാൽ ഒളിച്ചിരിക്കുന്നത്. വേര്, വേടൻ, വേഷം, പിന്നെ എന്തൊക്കെയുണ്ടല്ലോ, വേദം, സത്യം മറഞ്ഞ് വേ ഒളിച്ചിരിക്കുന്നു. അതിൽ കൂടെ ബോധ്യമാകുന്നത് വേദ്യം. സെക്കൻഡ് ലൈൻ എന്താണ്? വേദ്യം വാസ്തവം അത്ര വസ്തു ശിവതം. അപ്പൊ വേദം എന്ന് പറഞ്ഞാല് ഒളിച്ചിരിക്കുന്നു. സമയത്തെ 7:35 ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. വാസ്തവം, മലയാളത്തിലും വാസ്തവം. അസ്ഥി രാവിലെ സംസാരിച്ചു. അസ്ഥി എന്ന് വെച്ചാൽ എന്താണ്? ശാശ്വതമായി ഉള്ളത്. നമ്മളെന്റെ ആസ്തി എന്ന് പറഞ്ഞ് വീടിനെയൊക്കെ കാണിക്കും. ശാസ്ത്രം അസ്ഥി എന്ന് പറഞ്ഞിട്ട് ഭസ്മത്തിനെ കാണിക്കും. അതാണ് റിയൽ എന്ന് പറയുന്നത്. വാസ്തവം, വസ്തു, സത്യം. ഒരേ വാക്ക് വീണ്ടും ഇപ്പൊ എങ്ങനെയാണ് ഈ ശ്ലോകത്തില് ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നത്, അതേപോലെ ഇവിടെയും 2 തവണ പറയാണ്. വേദ്യം വാസ്തവം അത്ര വസ്തു. വാസ്തവും വസ്തു എല്ലാം ഇവിടെ ഒന്നിന് തന്നെ. ആ സത്യം, ആ നിലനിൽക്കുന്നത്, മായാത്തത്, നശിക്കാത്തത്, ആ അനങ്ങാത്ത ഇതിനെ തന്നെ വീണ്ടും വീണ്ടും പറയാണ്. ആ നിലനിൽക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. വേദ്യം വാസ്തവം അത്ര വസ്തു ശിവതം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. ലോർഡ് ശിവ, മഹാദേവൻ, ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം സദാ സന്തുഷ്ട മനസഃ സർവം ശിവമയം ദിശഃ. ഇതാണ് ശിവ എന്ന വാക്കിന്റെ അർത്ഥം. മഹാദേവൻ എപ്പോഴും എങ്ങനെയായിരിക്കും? സന്തോഷവാനാണ്. അദ്ദേഹത്തിനെ ഒന്നും തന്നെ ബാധിക്കുകയില്ല. ഈ ഭൂമിയായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ഒരു അമംഗലവും അദ്ദേഹത്തിന് ദോഷമുണ്ടാക്കില്ല. അദ്ദേഹം ഏത് ദിശയിൽ എവിടെ പോയാൽ, ശ്മശാനത്തിൽ കിടന്നാലും, ശവങ്ങളെ എടുത്ത് കഴുത്തിലിട്ടാലും, ശവങ്ങളുടെ ഭസ്മമെടുത്ത് ദേഹത്ത് പുരട്ടിയാലും, വിഷമെടുത്ത് കുടിച്ചാലും, എന്ത് ചെയ്താലും അദ്ദേഹത്തിൽ എന്തില്ല? ദോഷമില്ല. ഏത് കളങ്കവും ബാധിക്കാത്ത ഒരാളെയാണ് എന്ന് പറയുന്നത് ശിവ എന്ന് പറയുന്നത്. സദാ സന്തുഷ്ട മനസ്സഃ. അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഷമമേ ഇല്ല. സർവം ശിവമയം ദിശഃ. അദ്ദേഹം ഏത് ദിശയിൽ വീക്ഷിക്കുന്നു, ഏത് ദിശയിൽ യാത്ര ചെയ്യുന്നു, ഏത് ദിശയിൽ നോക്കുന്നു, അത് എല്ലാം മംഗളമാണ്. അപ്പൊ ഭാഗവതം നോക്കിക്കോളൂ. വേദ്യം, ഒളിച്ചിരിക്കുന്ന വേദങ്ങളിൽ കൂടെ കിട്ടേണ്ട സത്യം. വസ്തു, വാസ്തവം, ആ സത്യം, അനങ്ങാത്തത്, നശിക്കാത്തത്, ആ സത്യം. ശിവദം, പരമമംഗളമാണ്. അടുത്തത് താപത്രയോ. സെക്കൻഡ് ട്രാൻസ്ലേഷൻ വായിച്ചോളൂ ഇംഗ്ലീഷിൽ. The highest truth is reality distinguished from illusion for the welfare of all. Okay. ഈ പരമസത്യം, the highest truth is real. റിയൽ എന്ന് പറഞ്ഞാൽ വീണ്ടും സത്യം. ആ പരമസത്യം സത്യമാണ്. പിന്നെ അടുത്തത് reality distinguished from illusion. മായയില്ലാത്തതാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം
സത്യം. ഇത് സത്യമാണ്, പിന്നെ സത്യമാണ്, പിന്നെയും സത്യമാണ്. അത് തന്നെയാണ് പല രൂപത്തിൽ കൂടെ പറയുന്നത്. ഓക്കെ, ഫോർ ദ വെൽഫെയർ ഓഫ് ആൾ, എല്ലാവർക്കും മംഗളം തരുന്നു. സർവ്വത ഇത് വായിക്കുന്നവർ അടുത്ത് എല്ലാവർക്കും പരമമംഗളം തരുന്നത്. പിന്നെ താപത്രയോ മൂലനം, ആ വാക്ക് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഉന്മൂലനം ചെയ്തു. എന്താണ്? വേരോടങ്ങ് വിഴുതെടുത്തു. ഉന്മൂലനം, മൂലം എന്ന് വെച്ചാൽ വേര്, അപ്രൂട്ട്. ഇംഗ്ലീഷിലും അത് തന്നെയാണ് വാക്ക്, അപ്രൂട്ടിങ്. ഉന്മൂലനം. എന്തിനെ ഉന്മൂലനം ചെയ്യും? 3 താപത്രയം. താപ, തപ, തപശ്ചര്യ. തപ എന്ന് വെച്ചാൽ തീയിന്റെ ചൂട്. 3 തരം പ്രശ്നങ്ങൾ, തീപ്പൊള്ളൽ 3 നമുക്ക് ലൈഫിലുണ്ട്. എന്തൊക്കെയാണ് ആ 3 തീപ്പൊള്ളല്? ആധ്യാത്മികം, ആദിദൈവികം, ആദി മനസ്സുകൊണ്ടുള്ള പ്രശ്നം, ശരീരം കൊണ്ടുള്ള പ്രശ്നം, പിന്നെ മറ്റുള്ളവര്, അതായത് ഞാൻ കാരണം, മറ്റുള്ളവർ കാരണം, പ്രകൃതി കാരണം. 1 അല്ലെങ്കിൽ 2 കൊതുവെങ്കിലും നമ്മളെ കടിച്ചിട്ട് പോകും. ആരെ കുറ്റം പറയാൻ പറ്റും? ഈ 3 താപത്രയം എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. ഇനി എല്ലാം ഉണ്ടെങ്കിലും എന്ത് പറ്റി? രാവിലെ തൊട്ടൊരു മൂടില്ല. എന്ത് കാരണം? എന്താ മൂടില്ല. വെറുതെ ഒരു കാരണമില്ലാതെ അന്നത്തെ ദിവസം കൊളാക്കും ആൾക്കാർ. ചില ആൾക്കാർ അവർക്ക് മാനസിക പ്രശ്നം. ശ്രീ ശ്രീ കൃഷ്ണ ബലരാം. ഈ 3 ചൂട്, അഗ്നിയുടെ പൊള്ളൽ, താപത്രയം. താപം എന്ന് വെച്ചാൽ ചൂട്, അഗ്നിയുടെ പൊള്ളൽ. എല്ലാവർക്കും സ്വയം പ്രശ്നം ഉണ്ടാക്കുക, മറ്റുള്ളവർ കാരണം പ്രശ്നം ഉണ്ടാവുക, പ്രകൃതി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ ഇതെല്ലാം ശരിയാണെങ്കിൽ ഇപ്പൊ എന്താണ് എല്ലാവർക്കും പ്രോബ്ലം? ചൂട്, ചൂട്, ചൂട് വീശിക്കൊണ്ടിരിക്കും. ഇനി ചൂട് കഴിഞ്ഞാൽ മഴ, മഴ, ഇങ്ങനെ പറയും. എന്തെങ്കിലും ഒന്നുണ്ടാകും. ആധ്യാത്മികം, ആദിദൈവി, ഇത് 3 എല്ലാവരെയും പരീക്ഷിക്കും. അപ്പോ തപസ്വികളെ എന്തിനാ തപശ്ചര്യ എന്ന് പറയുന്നത്? ഇത് 3 ഇന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഓക്കെ, ഇത് 3 എല്ലാവർക്കും ഈ 3 താപത്രയം, ഈ ചൂട് പൊള്ളലുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഋഷി എന്ത് ചെയ്യുന്നു? പ്രകൃതി എനിക്ക് ചൂട് തരുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ കാട്ടിൽ പോയിട്ട് 4 ദിവസം ധ്യാനം. ഉടനെ ബ്രഹ്മാവ് വന്ന് ചോദിക്കും, നിനക്ക് എന്ത് വേണം? എനിക്ക് എൻ്റെ ജീവിതം ഒരു 10 വർഷം കൂട്ടിയിട്ട് തരണം. ബ്രഹ്മാവ് ഓക്കെ, വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്തായാലും അയാൾ ചൂട് പൊള്ളിയിരിക്കേണ്ടി വരും. ഈ ബുദ്ധിമാൻ എന്ത് ചെയ്തു? വീട്ടിൽ 10 ദിവസം പൊള്ളലും ഏറ്റിരിക്കുന്നതിന് പകരം അതിനു മുമ്പേ വോളണ്ടറി അത് ഏറ്റെടുത്തു. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വോളണ്ടറി ആയിട്ട് ഏറ്റെടുത്തപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? ഒരു അനുഗ്രഹം. മനസ്സിലായോ? ഈ താപത്രയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോ ഞാൻ എല്ലാ ഗൃഹസ്ഥരെയും കാണുന്നു, അവരെ കഷ്ടപ്പാടുകൾ മുഴുവനും കാണും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവർ ഓരോ കുടുംബത്തിന് തലയിലെടുത്ത് വെച്ചപ്പോൾ ഞാൻ ഒരു 50 കുടുംബത്തിന് തലയിലെടുത്ത് വെച്ചു. എന്തായാലും കഷ്ടപ്പെടണം. പക്ഷെ ഈ 50 കുടുംബം തലയിലെടുത്ത് വെച്ചുകൊണ്ട് കൃഷ്ണബലറാം ഹരേ കൃഷ്ണ ബ്ലസ്സിംഗ്. ഞാൻ ചെയ്യാതെ ഇരുന്നെങ്കിൽ പ്രകൃതി ഒരു കുടുംബത്തിന് എൻ്റെ തലയിലെടുത്ത് വെച്ചേ, പുണ്യവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇപ്പൊ ഇതിന്റെ സൂത്രം മനസ്സിലായ? എന്തായാലും നമ്മൾ കഷ്ടപ്പെടണം. അപ്പൊ നമ്മളായിട്ട് എന്ത് തീരുമാനിക്കണം? അടുത്ത ഒരാഴ്ച ഞാൻ ഒരു നേരെ കഴിക്കുള്ളൂ, 16 പകരം 20 മാല ചെല്ലും. ഈ താപത്രയം എൻ്റെ മുൻപിൽ വരുന്നതിന് മുൻകൂട്ടി കണ്ട് ഈ താപത്രയത്തിനെ ഞാൻ തപശ്ചര്യയായിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ പീഡനം എനിക്ക് എന്തായി മാറുന്നുണ്ട്? അനുഗ്രഹമായി. ഇതാണ് സൂത്രം. ആ താപത്തിലിരുന്ന് രക്ഷപ്പെടുന്നത് തപശ്ചര്യ. ക്ലിയർ ആയോ? എന്തെങ്കിലും മനസ്സിലായോ? ഈ താപത്രയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഋഷിമാര് ചെയ്യുന്ന തപസ്. പക്ഷെ ഇവിടെ അർത്ഥം പറയുന്നത് ഭാഗവതത്തിനെ ശരണം പ്രാപിച്ചാൽ ഇത് 3നെയും വേരോടെടുത്ത് കളഞ്ഞളയും. ഏത്? ഭാഗവതം.
താപത്രയോന്മൂലനം, 3 വേരോട് പിഴുത് കളഞ്ഞു കളയും. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ ദേവ്യം വാസ്തവം മന്ത്ര വസ്തു ശിവകം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന സത്യത്തിൽ കളങ്കമില്ല. കൈത്തവ ധർമ്മം, ചീറ്റിംഗ് റിലീജിയൻ ഇല്ല. ഉന്നതമായ ധർമ്മമാണ് ഇത്, സത്യമാണ്, ഇതിൽ മായയില്ല. ഇതിനെ അസൂയയില്ലാത്തവർക്ക് സമീപിക്കാൻ സാധിക്കും. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ 3 താപത്രയങ്ങളും വേരോട് പിഴുത് കളയും. ഫസ്റ്റ് 2 ലൈൻ്റെ അർത്ഥം മനസ്സിലായോ? ഉറക്കം വരുന്നോ? അടുത്ത 2 ലൈൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ശ്രീമദ് ഭാഗവത്തെ. ഈ ശ്രീമദ് വീണ്ടും അതായത് ഈ ശ്ലോകത്തിൽ പല തവണ ഈ പുസ്തകത്തിനെ ആവർത്തിച്ച് പല രീതിയിൽ കൂടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവത്തെ, ഈ ശ്രീമദ് ഭാഗവത പുസ്തകം മഹാമുനി കൃതേ, മഹാമുനി രചിച്ച കൃതി. മഹാമുനി ഇവിടെ ആരാണ്? ഭാഗവതം ആരാ രചിച്ചത്? വ്യാസദേവൻ. ഇപ്പം ഇതെല്ലാം ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം മഹാമുനി രചിച്ച ആ കൃതി, ആ പുസ്തകം. കിം, കിം എന്ന് വെച്ചാൽ വാട്ട്, എന്ത്? കിംകര, അടിമകൾക്ക് കിംകര, കിങ്കരന്മാരെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? കിങ്കരൻ എന്ന് പറഞ്ഞാൽ കിംകരഹ, ഞാൻ എന്ത് ചെയ്യട്ടെ. കുട്ടിക്കാലത്തിൽ മറ്റേ വിളക്ക് തേച്ചപ്പോൾ ഒരു ഭൂതം വരുന്ന കഥ വായിച്ചിട്ടുണ്ടോ? ആരുടെ വിളക്കാണ്? അലാവുദ്ദീൻ്റെ വിളക്ക്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂതംകാരൻ്റെ ശല്യമായി തുടങ്ങി. കാരണം എന്തു ജോലി പറഞ്ഞാലും ഭൂതം എന്താ ഈ പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത് നിന്നിട്ട് നീ അടുത്ത് എന്താണ്. ഇപ്പൊ ഭൂതത്തിന് ജോലി കൊടുക്കുന്നത് ഒരു ജോലിയായി മാറി. സഹായിക്കാൻ വിളിച്ച ഭൂതത്തിന് കലികാലത്ത് പലരും വീട്ടിലേക്ക് ജോലി വിളിക്കുന്ന ഇങ്ങനെയാണ്. വീട്ടു ജോലിക്ക് ആൾക്കാരെ വിളിക്കുന്ന ഇങ്ങനെയാണ്. നമ്മളെ സഹായിക്കാൻ വിളിച്ചിട്ട് പിന്നെ അവർക്ക് ഒരു എൻഗേജ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഭൂതത്തിന് ഭൂതം തീർത്തിട്ട് വന്നിട്ട് കിംകര, നീ അടുത്തെന്താ ചെയ്യാം, കിംകര, ഇനി എന്ത് ചെയ്യണം. അതാണ് കിങ്കരൻ. കിം വാ പറ, പരാശക്തി, അപരാശക്തി. അതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ എന്താ ഉള്ളത്? ഈ ശ്രീമദ് ഭാഗവതം മഹാമുനി കൃതേ, ഈ മഹാമുനി രചിച്ച പുസ്തകം
ഇതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെന്തെങ്കിലും സത്യം ഉണ്ടോ? അപ്പൊ ഒരേ ക്വസ്റ്റ്യനെ തിരിച്ചു പറയാം. ഉച്ചയ്ക്ക് ഊണ് നന്നായിരുന്നു, ഇതുപോലെ ഒരു ഊണ് ഇനി എവിടെയും കിട്ടില്ല. ഇപ്പൊ രണ്ടും പറഞ്ഞു വരുന്നത് ഒന്ന് തന്നെയാ. ശ്രീമദ് ഭാഗവത്തെ, ഈ ശ്രീമദ് ഭാഗവതം മഹാമുനി കൃതേ, മഹാമുനി രചിച്ച ഈ പുസ്തകം അതിശ്രേഷ്ഠം. ഇതിന് തുല്യമായി ഇനി പറയാൻ വേറെ എന്തെങ്കിലും പ്രപഞ്ചത്തിലുണ്ടോ? കിം വാ പരൈർ ഈശ്വര. ഈശ്വര എന്ന് വെച്ചാൽ ടോപ്പ് മോസ്റ്റ്, ഉയർന്നവൻ എന്നാണ് അർത്ഥം. ഇതിനേക്കാളും ഉയർന്നത് ഇനി ഒരു പുസ്തകം ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ് ട്രാൻസ്ലേഷൻ? This beautiful Bhagavatam, compiled by great sage Vyasadeva in his maturity, is sufficient in itself for God realization. What is the need of any other scripture? ഇനി ഒന്നിന്റെ ആവശ്യമുണ്ടോ? ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരൈർ ഈശ്വരഃ. അടുത്തത് മലയാളികൾക്ക് ആവശ്യമായ ഒരു വാക്ക്. അടുത്തെന്താണ്? സദ്യ. എല്ലാവരും സദ്യ കഴിക്കാറുണ്ടോ? സദ്യോ ഹൃദ്യ അവരുദ്ധ്യത്തെ അത്ര കൃതിഭിഹി ശുശ്രൂഷുഭി തക്ഷണ. സദ്യ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാവരും സദ്യ കഴിക്കുമല്ലോ. സദ്യ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സദ്യ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും. സദ്യ എന്ന് വെച്ചാൽ അർത്ഥം പെട്ടെന്ന്. അപ്പൊ നമ്മൾ ആ ഊടിനെ എന്താ പറയാ, പെട്ടെന്ന് വേവിച്ച് കിട്ടിയുണ്ടോ? എന്താണ് അതിനെ കണ്ടിട്ട് അതിനെ സദ്യ എന്ന് പറയാൻ കാരണം? സദ്യ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം പെട്ടെന്ന്. അപ്പൊ ഇത് ഇലയിൽ ഇട്ട് വെച്ച് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയതുണ്ടോ? അല്ല, നമ്മൾ പെട്ടെന്ന് തിന്നു തീർക്കണമെന്നാ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇലയിൽ ഇട്ട് വെച്ചിട്ട് അതിന് സദ്യ എന്ന് പറയാൻ കാരണം എന്താ? ഉടനെ കിട്ടിയതുണ്ടാ, ഉടനെ കഴിക്കണം, ഉടനെ കഴിക്കാം, അങ്ങനെ ഒരു അർത്ഥം വെക്കുമോ? ഉടനെ കുറച്ചും കൂടെ ആലോചിക്കുക. അടുത്തെത്തി. എല്ലാം സദ്യ സദ്യ എന്ന് പറഞ്ഞ് തിന്നയില്ലേ. എന്താണ് സദ്യ? അത് സംസ്കൃത വാക്ക്, ഭാഗവതത്തിലുള്ളതാണ്. എന്താണ് അർത്ഥം? ശരിയായ ഉത്തരം പറയുന്നവർക്ക് സദ്യ കൊടുക്കുന്നതാണ്. ഒന്നും കേൾക്കുന്നില്ല. എല്ലാം ചേർന്നുകൊണ്ടോ? അല്ല, സദ്യ എന്ന വാക്കിന് പെട്ടെന്നാണ് അർത്ഥം. താമസിപ്പിക്കരുത്, എന്താ പെട്ടെന്ന് കഴിക്കുക. അടുത്തെത്തി. എല്ലാവരും മതിലിനെ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുക. വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. അതായത് അത് കഴിച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം ആ സെക്കൻഡ് തൃപ്തിയാകും എന്നാണ്. അതാണ് എന്താണ് സദ്യ. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് പുളി വെക്കണം, മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ഇഞ്ചി പുളി വെക്കണം, അത് വെക്കണം, അതിവിടെ ഇതിവിടെ ഈ സദ്യ കൺട്രാക്ടർമാർ ചിലരുണ്ട്. ഇതിവിടെ വെക്കല്ലേ, അത് വെക്കണമെങ്കിൽ നീ തിരുവനന്തപുരത്ത് പോകണം, കണ്ണൂരിൽ പോയി അപ്പുറത്ത് വെക്കണം, ഇതിപ്പോ തിന്നാമോ പേടിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എന്താ അവിടെ പെട്ടെന്ന് സംഭവിക്കുന്നത്? ആ എല്ലാ സ്വാദും നിറഞ്ഞത് ഒരു മനുഷ്യന്റെ നാവിൽ എന്തൊക്കെ ടേസ്റ്റ് ബഡ്സ് ഉണ്ടോ ആ അത്ര ടേസ്റ്റ് ബഡ്സിനെയും അത് ടച്ച് ചെയ്യും. അത്രയും കഴിക്കുന്നതുകൊണ്ട് അവന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും തൃപ്തിയാകും, മനസ്സ് തൃപ്തിയാകും, വയറ് അവന് എങ്ങനെ വേഷ് വേഷ് ഗംഭീരം. ആ തിരുമേനിമാർ കഴിച്ചിട്ട് പറയില്ല, അതൊക്കെ ഒന്ന് നക്കി തുടച്ച് ഇലയൊക്കെ തുടച്ച്. സദ്യ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഇമ്മീഡിയറ്റ്ലി കണ്ടാൽ തന്നെ സാറ്റിസ്ഫാക്ഷൻ. പരിപ്പിന്റെ മണം, നെയ്യിന്റെ മണം, അത് ഇത്. അപ്പൊ സദ്യ എന്ന് വെച്ചാല് ഇമ്മീഡിയറ്റ്ലി. ഇപ്പൊ നമ്മൾ പാർസലിൽ കൊണ്ടുവരുന്ന സദ്യയിൽ അതൊന്നും സംഭവിക്കാറില്ല. സദ്യ ഇമ്മീഡിയറ്റ്ലി. ശ്രീ ശ്രീ കൃഷ്ണ ബലറാം കി സദ്യ. ഹൃദയത്തിൽ, പെട്ടെന്ന് ഹൃദയത്തിൽ, അതാണ് ആ വാക്കിന് സദ്യ. അടുത്ത ശബ്ദം എന്താണ്? ഹൃദയത്തിൽ, പെട്ടെന്ന് ഹൃദയത്തിൽ. അവരുദ്ധ്യത്തെ, ആരോദനം, നിരോധ എന്താണ് അർത്ഥം? നിരോധ, തടസ്സം.
വർജിച്ചത്, തടസ്സപ്പെടുത്തിയത്. നിരോധ്. അനിരുദ്ധ്, കൃഷ്ണ ഭഗവാന്റെ പേരക്കുട്ടിയുടെ പേരെന്താണ്? അനിരുദ്ധ്. അവനെ ആർക്കും തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് എന്താ പേര്? നിരോധ് എന്ന് പറഞ്ഞാൽ തടയുക. അനിരുദ്ധ് എന്ന് പറഞ്ഞാൽ ആർക്കും തടയാൻ പറ്റില്ല. അവരുദ്ധ്യത്തെ എന്ന് പറഞ്ഞാൽ അനിരുദ്ധ് എന്ന വാക്കാണ് ഇവിടെ. ആർക്കും തടയാൻ പറ്റില്ല. എന്താണ്? സദ്യ, പെട്ടെന്ന്. ഹൃദി, ഹൃദയത്തിൽ. അവരുദ്ധ്യത്തെ, ആർക്കും തടയാൻ പറ്റില്ല. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അടുത്തും കൂടെ വരുമ്പോഴറിയില്ല. ഭാഗവതത്തിനെ ശരണം പ്രാപിച്ച വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ നുളഞ്ഞു കയറുന്നത്, പെട്ടെന്ന് നുളഞ്ഞു കയറുന്നത് ആർക്കും തടയാൻ പറ്റില്ല. അതാണ് ഈ അർത്ഥം വരാൻ പോകുന്നത്. മനസ്സിലായോ? ഭാഗവതത്തിനെ അസൂയയില്ലാതെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ പെട്ടെന്ന് നുഴഞ്ഞു കയറുന്നതിനെ ആർക്കുമേ തടയാൻ പറ്റില്ല. സദ്യ, അപ്പം തന്നെ. ഹൃദി, ഹൃദയത്തിൽ. അവരുദ്ധ്യത്തെ, തടയാൻ പറ്റില്ല. കൃതിഭിഹി, കൃതി, കർത്ത. കർത്ത എന്ന് വെച്ചാൽ ചെയ്തത്. ആ കർത്താവ് ചെയ്ത കർമ്മത്തിന്റെ പേര് കൃതി. ഈ പുസ്തകം അദ്ദേഹമാണ് കൃതി. എഴുതിയ ആള് കൃതി. കൃതിഭിഹി, ചെയ്യേണ്ട ജോലി ശരിക്കും ചെയ്തവൻ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെയ്യേണ്ട ജോലി എന്താണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്? അസൂയയില്ലാതെ ഭാഗവതത്തിനെ ശരണം പ്രാപിക്കുക. ചെയ്യേണ്ടത് നീ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന പോലെ കൃതിഭിഹി, ചെയ്യേണ്ടത് ചെയ്തവൻ. ശുശ്രൂഷുഭി, ശ്രുതി, ശുശ്രൂഷുഭി, ശ്രുഭി, കേൾക്കാൻ, ഭാഗവതം കേൾക്കാൻ ഭയങ്കര താല്പര്യം. കേൾക്കണം 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 കേൾക്കണം, മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും. ഞാൻ മായപ്പൂരിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആ 2 പൂജാരിമാർ, അതിലൊരാള് സമാധിയായി. പങ്കജാന്ദ്രി പ്രഭു, ജനനിവാസ് പ്രഭു. വയസ്സവർ 76. ഏത് ജൂനിയർ ഭക്തൻ ഭാഗവതം ക്ലാസ് എടുത്താലും രാവിലെ എന്ത് ചെയ്യും? ബുക്ക് വായിച്ചു വന്നവിടെ. ആരെടുക്കുന്നു എന്നുള്ളത് അവർക്ക് വിഷയമേ ഇല്ല. അവിടെ എടുക്കുന്ന വിഷയം എന്താണ്? ഭാഗവതം. ഒരു തവണ 2 ഭക്തരും ഗുരുമഹാരാജിന് മുമ്പേ അടികൂടുകയാണ്. എന്തായാലും അയാൾ പറഞ്ഞത് ശരിയായില്ല. ദേഷ്യം വരുമ്പോഴൊക്കെ ചിലർ പറയില്ല, ഞാൻ ശരിയാക്കി തരാം, നിന്നെ കാണാൻ. അങ്ങനെ ഗുരുമഹാരാജ് പറഞ്ഞു, അയാൾ പറഞ്ഞ ടോണിനെ വിട്ടേക്ക്, ആ കാര്യം നീ നോക്കിയാൽ മതി. ഏത് ടോണിൽ പറയുന്നു എന്നുള്ളത് കാര്യമാക്കണ്ട. അതിനകത്തുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? ടോണിനാണ്. അവൻ വന്ന് എൻ്റെ മുഖമൊക്കെ തുറച്ച് ഒളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിടൂല്ല, ടോണിനെ വിട്ടേക്കാൻ പറഞ്ഞു. ആര് വന്ന് വായിച്ചാലും അവർ സീനിയർ, ജൂനിയർ, വലുത്, ചെറുത്. ഇപ്പോൾ ഗുരുമഹാരാജിന് വയ്യാണ്ടിരിക്കുക. എന്നും ടെമ്പിൾ ഹാളിൽ നടക്കുന്ന ആരൊക്കെയോ ജൂനിയേഴ്സ് ഒക്കെ ആയിരിക്കും ഭാഗവതം ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം റൂമിലിരുന്ന് കേട്ടിട്ട് കമന്റ് ഇടും, നന്നായിരുന്നു. അതാ എന്നും ഏത് അവസ്ഥയിലാണെങ്കിലും അദ്ദേഹം ഇരുന്ന് കേൾക്കും. ഭാഗവതം കേൾക്കാനുള്ള ഒരു നമ്മളെന്താണ്? സീനിയർ ഡിവോട്ടിങ് പോയല്ലേ പറ്റൂ, പോയില്ലെങ്കിൽ അവർ നോട്ട് ചെയ്യുമല്ലോ. 8:15 തുടങ്ങും. ഇപ്പൊ ജയറാം മാത്രം അത് തീർന്നിട്ടങ്ങ് പോവാം. ഇപ്പൊ ശ്ലോകം 2-3 തവണ ചൊല്ലിക്കൊണ്ട് അത് കഴിഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. തുടങ്ങിയതല്ലേ ഉള്ളൂ. അവിടെ ചെന്നിരുന്ന് ശ്വാസം പിടിച്ചുകൊണ്ടിരിക്കും. ഭാഗവതം ചെയ്യുന്ന പറയും എഴുതിക്കാൻ പോകും. ക്ഷമയില്ല കേൾക്കാൻ. ശരിക്കും ആലോചിച്ച് നോക്കും, നമുക്ക് ക്ഷമയുണ്ടോ കേൾക്കാൻ? ക്ഷമയില്ല. ആർക്കാണോ ഇത് കേൾക്കണം? ശുശ്രൂഷുഭി. അവിടെ സു എന്നൊരു വാക്ക് വീണ്ടും ചേർത്തിരിക്കുകയാണ്. പ്രിയ, സുപ്രിയ. കുമാർ, സുകുമാർ. സു എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥത്തിന് ഒരു പടിയും കൂടെ കൂടും, അതിന്റെ മഹിമ ഒന്നും കൂടെ കൂടും. അതാണ് ഈ സു. അപ്പൊ ശുശ്രൂഷുഭി, കേൾക്കാനുള്ള ത്വര. ശ്രുതി, കേൾക്കാനുള്ള ത്വര. ഇനിയും കേൾക്കണം ഭാഗവതം, ഇനിയും കേൾക്കണം, ക്ലാസ് ഇനിയും കേൾക്കണം, അത് മനസ്സിലാക്കണം, ഞാൻ വായിക്കണം. ഭാഗവതത്തിനോടുള്ള ത്വര വർദ്ധിച്ച ഒരാൾക്ക് എന്താണത്? സദ്യോ ഹൃദ്യ അവരുദ്ധ്യത്തെ അത്ര കൃതിഭിഹി ശുശ്രൂഷുഭി തക്ഷണ. എന്താ വീണ്ടും അർത്ഥം? അപ്പത്തന്നെ. സദ്യ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അപ്പത്തന്നെ.
ഭാഗവതത്തിനെ സ്നേഹിച്ച ത്വരയോട് കേൾക്കണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് അവൻ ചെയ്യേണ്ടതായ സാധന ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷണം അവന്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നതിനെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. ലാസ്റ്റ് ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. As soon as one attentively and submissively hears the message of Bhagavatam, by this culture of knowledge, the Supreme Lord is established within his heart. തക്ഷണം അപ്പം തന്നെ അവന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതിനെ ഒന്നിനും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ധർമ്മപ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവം അപ്രവസ്തു ശിവതം താപത്രയോമൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേ അത്ര കൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാത്. അപ്പോൾ ഈ സെക്കൻഡ് ശ്ലോകവും ബൈ ഹാർട്ട് ചെയ്തു. ഫസ്റ്റ് ശ്ലോകം ബൈ ഹാർട്ട് ചെയ്തോ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആദ്യത്തെ ശ്ലോകം ഭഗവാനെയും രണ്ടാമത്തെ ശ്ലോകം എന്തിനെയാണ്? ശ്രീമദ് ഭാഗവതത്തെയും. മൂന്നാമത്തെ ശ്ലോകം ഭക്തന്മാരെ കുറിച്ച്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകം നമ്മൾ മറ്റന്നാൾ അക്ഷയ തൃതീയയുടെ അന്ന് 7 മണിക്ക് വിവരിക്കും. അക്ഷയ തൃതീയയുടെ അന്ന് വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ എന്താണ്? 16 മാല ജപം. 7 മണിക്ക് നമ്മൾ ഈ മൂന്നാമത്തെ ശ്ലോകം വിവരിക്കും. അപ്പോൾ ആരെങ്കിലും 1-2 പേര് ഈ രണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യുക. അതോട് നമ്മൾ നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇതിലെന്തെങ്കിലും സംശയം, ചോദ്യമുണ്ടോ? സമയത്ത് അസൂയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അസൂയ എടുത്തു മാറ്റാനും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ എങ്ങനെ ഇത് എടുത്തു മാറ്റാനാണ് പറ്റും? അതായത് മനസ്സുകൊണ്ട് ഭക്തന്മാരെ സ്തുതിക്കണം. രഘുനാഥ ദാസ ഗോസ്വാമി പറഞ്ഞ സൂത്രം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ദിവസവും ഒരു 1000 വൈഷ്ണവരെ സ്തുതിക്കും. നമ്മൾ 1000 പോയ ഒരു 2-3 എണ്ണത്തിനെങ്കിലും ദിവസം മനസ്സറിഞ്ഞ പ്രഭു അങ്ങയുടെ സേവ കൊള്ളാം. ഈ ഒരു ക്വാളിറ്റിയിൽ വൈഷ്ണവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ചില സെൻറ്ററുകളിലൊക്കെ പോയിട്ടുള്ളൂ, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ പുകഴ്ത്തി പിന്നെ അയാൾക്ക് തലക്കനം കൂടിയാലും കുഴപ്പമില്ല, ഭക്തിയിൽ വരാം. അസൂയ ഉണ്ടെങ്കിൽ ഭക്തിയിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഡിവോട്ടീസിനെ മനസ്സറിഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ അതിനൊരു വഴി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അതാണ് വാട്സാപ്പ് മെസ്സേജ്. അവരവരെ ഫോട്ടോ ഇട്ടിട്ട് അവർ ജയ് കഴിച്ചു. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ വൈഷ്ണവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അവരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം നല്ല സത്യം, അദ്ദേഹം നല്ലതാണ്, അദ്ദേഹം ഇങ്ങനെ വൈഷ്ണവരെ എത്രമാത്രം നമ്മൾ സ്തുതിക്കുമോ അത്രയ്ക്കും നമ്മളിൽ എന്ത് കുറയും? അസൂയ കാലക്രമേണ. വേറെ ക്വസ്റ്റ്യൻ? അതെ, അതാണ് തപസ്യ. ഭൗതികമായ ആ ചൂടിൻ്റെ പൊള്ളല് നമ്മൾ ആധ്യാത്മിക കാരണങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു അസുഖം വന്നു. ഞാൻ കൃഷ്ണഭക്തിയിൽ വരാത്ത ഒരാളാണ്. എനിക്ക് അസുഖം ബാധിച്ചു. ഞാൻ വീട്ടിൽ എന്ത് ചെയ്യും? ഡോക്ടറെ ചെന്ന് കാണും, ആ മരുന്ന് ഇതാക്കും. വരുന്നവരടുത്തെല്ലാം പറയാം, അയ്യോ എൻ്റെ കാല് പോയേ. നമ്മൾ രാവിലെ ചർച്ച ചെയ്തു, ഏതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമോ അത് നമ്മുടെ ജീവിതത്തിൽ വരും. എന്തൊക്കെയാണ്? അസുഖം, പിന്നെ പാമ്പ്, ഭഗവാൻ, എന്തോന്നും കൂടെ പറഞ്ഞു. അപ്പൊ ഇതിന്
നിരന്തരം നമ്മൾ എന്ത് ചെയ്യും? ഭക്തിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കാല് വയ്യ, കാണാൻ വന്നവർ അവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദുഃഖമുഖം അവിടെ സൃഷ്ടിക്കും. കഷ്ടമായി. ഇനി അതിനെക്കുറിച്ച് അരമണിക്കൂർ ചർച്ച. അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഈ അസുഖം നമ്മളെ വിട്ട് പോവോ? അതിന് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, പോകില്ല. അതേ ഞാൻ ഭക്തിയിൽ വന്നു, അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട ഉത്തരം പറയും. ശരിയാവുമായിരിക്കും, കൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കും, അത് പോകും. ഇനി ഇത് പോയാൽ ഉടനെ മറ്റേ സർവീസിൽ ഇറങ്ങാം. ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അസുഖവും പോകും. ഭക്തിയിൽ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമായി വരും. അപ്പോൾ ആ താപം ഈ ഷെൽട്ടറിൽ വരുമ്പോൾ അത് അനുഗ്രഹമായി മാറും. അല്ലെങ്കിൽ ഈ മൂന്നെണ്ണവും നമ്മളെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും. അതെ, അതായത് ഇവിടെ ഫസ്റ്റ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഭാഗവതം ഒരു വ്യക്തി തന്നെ, ഒരു പേഴ്സൺ. ഹരിനാമ പ്രഭു എന്നാണ് പറയുന്നത്. നാമം ഒരു വ്യക്തിയാണ്, അതുപോലെ ഭാഗവതം ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഉള്ളിൽ കൃഷ്ണനെ വച്ചിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിന് എത്ര വിനയത്തോട്, എത്ര ബഹുമാനത്തോട് അദ്ദേഹത്തിനെ സമീപിക്കുമോ, ആരാധിക്കുമോ, റെസ്പെക്റ്റ് ചെയ്യുമോ, അത്രയ്ക്കും ഈ വ്യക്തി നമുക്ക് ആരെ തരുന്നു? ഭഗവാനെ തരുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ എങ്ങനെയാ റെസ്പെക്റ്റ് ചെയ്യുക? ദിവസം വായിക്കുന്നത് കൊണ്ട്, ശ്ലോകങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട്, ഇതുകൊണ്ടൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യും. റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം നമുക്ക് ഭഗവാനെ. സോ ഈ ശ്ലോകം ആരെങ്കിലും ഒരു 2-3 ടൈംസ്, അതോടെ നമ്മുടെ ഇന്നത്തെ സത്സംഗം. ധർമ്മപ്രോജിത കൈന്ദവോത് അത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ വൃദ്ധ്യവരുദ്ധ്യതേ അത്ര കൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാത്.
സോ അക്ഷയ തൃതീയ ദിവസം വൈകിട്ട് സ്പെഷ്യൽ ഡേ ആണ്. അക്ഷയ തൃതീയയിലാണ് ദ്രൗപദിക്ക് അക്ഷയപാത്രം കിട്ടിയത്. ശ്രീ സുധാമ കുചേലൻ കൃഷ്ണ ഭഗവാനെ കണ്ടത്, ബദ്രികാശ്രമം ക്ഷേത്രം തുറക്കുന്നത്, സിംഹാചലത്തിൽ നരസിംഹമൂർത്തിയെ ചന്ദനക്കളഭം ഒരു വർഷം മുഴുവനും പൊതിഞ്ഞ് തുറക്കുന്നത്, എല്ലാ ക്ഷേത്രങ്ങളിലും 21 ദിവസം ചന്ദനകളഭം ചന്ദനയാത്ര സേവനം നടക്കുന്നത്, പിന്നെ തുളസി സേവനം, ഭഗവാന് ചാമരം വീശുക, പഴങ്ങൾ സമർപ്പിക്കുക, ഇതെല്ലാം തുടങ്ങുന്ന ഒരു ശുഭദിനമാണ് അക്ഷയ തൃതീയ. അന്ന് എന്തു തുടങ്ങിയാലും ക്ഷയമില്ല, അതിന് നാശമില്ല എന്നാണ്. അതുകൊണ്ട് അന്നേ ദിവസം വൈകുന്നേരം ഇവിടെ 5 മുതൽ 7 മണി വരെ 16 കാല ജപവും 7 മണിക്ക് 3-ാമത്തെ ശ്ലോകം നിഗമകൽപതരോ കലിതം ഫലം എന്ന ശ്ലോകം ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ മാസം 10-ാം തീയതി, അതായത് അക്ഷയ തൃതീയയ്ക്ക് ജഗന്നാഥ് പുരിയിൽ ഭഗവാനെ വന്നിട്ട് നരേന്ദ്ര സരോവരം തടാകത്തിൽ ഒരു ബോട്ടിൽ വെച്ച് കൊണ്ടുപോകും. നൗകാ വിഹാർ ബോട്ട് യാത്ര നടക്കുന്ന സമയം, കാരണം ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ഭഗവാനെയും രാധാറാണിയും വള്ളത്തിൽ ബോട്ടിൽ കയറ്റി ഇങ്ങനെ അമ്പലക്കുളങ്ങളിലൊക്കെ ചുറ്റും ബോട്ട് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. മെയ് 10-ാം തീയതി ശനിയാഴ്ച നമ്മുടെ തൃപ്പാദപുരം സെൻറ്ററിൻ്റെ അടുത്തുള്ള കുളത്തിൽ വെച്ച് എല്ലാ വർഷവും നടക്കുന്ന പോലെ വൈകുന്നേരം ബോട്ട് ഫെസ്റ്റിവൽ ഉണ്ട്. 11-ാം തീയതി നരസിംഹ ജയന്തിയാണ്, ഞായറാഴ്ച 11 നരസിംഹ ജയന്തി. ഇവിടെ അമ്പലത്തിൽ വൈകുന്നേരം നരസിംഹമൂർത്തിക്ക് അഭിഷേകം, സത്സംഗം, എല്ലാ പരിപാടികളും ഉണ്ടാകും. ഹരേ കൃഷ്ണ.